പൊതുമേഖലാ ബാങ്കിംഗ് ഓഹരികൾ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മികച്ച മുന്നേറ്റമാണ് പ്രകടമാക്കിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാഴ്ചവെച്ച ആ ഒരു നേട്ടം ഇന്നും ഓഹരികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പെർഫോമൻസ് നോക്കിയാൽ ഇന്നലെ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവ മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓഫ് ബറോഡയും ഇന്ത്യൻ ബാങ്കിന്റെയും ഓഹരികൾ റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയപ്പോൾ ഇന്നും മിക്ക ഓഹരികളും റെക്കോർഡ് നിലവാരത്തിലും 52 ആഴ്ചയിലെ ഉയർന്ന തലത്തിലുമാണ് ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. 2025 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിച്ചതിലും താഴെയുള്ള ബോണ്ട് വിൽപ്പന പ്രോഗ്രാം ധനമന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷം ബെഞ്ച്മാർക്ക് 10-ഇയർ ബോണ്ടിന്റെ വരുമാനം കഴിഞ്ഞ ദിവസം 9 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 7.5%. ബോണ്ടിന്റെ വരുമാനം 2023 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലുമാണ്. ബജറ്റിൽ ക്ഷേമ പദ്ധതികൾ ഏറെ ഇല്ലാത്തതിനാൽ കുറഞ്ഞ മൂലധന ചെലവിലൂടെ നടപ്പ് വർഷത്തെ ഒരു ബജറ്റ് ധനക്കമ്മി 5.9% നിന്നും 5.1% കുറച്ചു നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ബജറ്റിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി. അതുകൊണ്ട് തന്നെ 11.75 ലക്ഷം കോടി രൂപയുടെ നെറ്റ് മാർക്കറ്റ് ബോറോവിംഗും 2025 സാമ്പത്തിക വർഷത്തിൽ ബോണ്ട് വിപണിക്ക് അനുകൂലമാണ്. കൂടാതെ ആഗോള ബോണ്ട് സൂചികയിൽ ഉൾപ്പെടുത്തിയതിനാൽ വിദേശ നിക്ഷേപം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകളും നിക്ഷേപകരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഒപ്പം ധനക്കമ്മി നികത്തുന്നതിനുള്ള മറ്റ് സ്രോതസ്സുകളിൽ നാഷണൽ സ്മോൾ സേവിംഗ് ഫണ്ടിൽ നിന്നുമുള്ള വായ്പകളും ഉൾപ്പെടുന്നുമുണ്ട്. ഇതോടെ കഴിഞ്ഞ ദിവസം നിഫ്റ്റി PSU ബാങ്ക് സൂചിക 2.5 എന്ന മറ്റൊരു റെക്കോർഡ് നേട്ട നിലവാരത്തിലൂടെ 6500 എന്നുള്ള ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതും കടന്നുമാണ് നിഫ്റ്റിയുടെ PSU ബാങ്ക് സൂചിക മുന്നേറ്റം കുറിക്കുന്നത്. കഴിഞ്ഞ 6 സെഷനുകളിലായി സൂചിക നേട്ടമുണ്ടാക്കിയ ട്രെൻഡ് ഇന്നും നിലനിർത്തിയിട്ടുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2024 സാമ്പത്തിക വർഷത്തേക്കുള്ള മാർക്കറ്റ് ബോറോവിംഗ് ബജറ്റ് എസ്റ്റിമേറ്റ് 11.8 ലക്ഷം കോടി രൂപയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 11.75 ലക്ഷം കോടി രൂപയുടെ നെറ്റ് മാർക്കറ്റ് ബോറോവിംഗ് ആണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളതും. സ്വാഭാവികമായും അടുത്ത ഒരു വർഷം കൂടുതൽ വായ്പ നൽകാൻ ബാങ്കുകൾക്ക് ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഗവൺമെന്റ് ബോണ്ടുകളുടെ മൂല്യത്തിൽ വർധനവിന് കാരണമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ അധിക ലാഭത്തിലേക്ക് നയിക്കും എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് വായ്പ നൽകാനും വായ്പാ നിരക്കുകൾ പരിശോധിക്കാനും ബാങ്കുകളിൽ കൂടുതൽ പണം അവശേഷിപ്പിക്കുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തേണ്ടത് നിർബന്ധമാണ്. കടം വാങ്ങൽ വെട്ടിക്കുറയ്ക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ ഈ ബാങ്കുകൾ ഇതിനകം കൈവശം വെച്ചിരിക്കുന്ന ബോണ്ടുകളുടെ മൂല്യം വർദ്ധിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അത് ബാങ്കുകളുടെ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അസറ്റ് ക്വാളിറ്റിയിലടക്കം കാര്യമായ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകും. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഈൽഡിലെ ഇടിവ് 2024 സാമ്പത്തിക വർഷത്തിലെ മാർച്ച് പാദത്തിൽ ബാങ്കുകളുടെ ട്രഷറി പോർട്ട്ഫോളിയോയുടെ മാർക്കറ്റ് ടു മാർക്കറ്റ് നേട്ടങ്ങൾ മെച്ചപ്പെടുത്താൻ സാധ്യതയുമുണ്ട്. വായ്പ എടുക്കൽ കുറയ്ക്കുന്നതോടെ അല്ലെങ്കിൽ വായ്പ എടുക്കൽ കുറയ്ക്കൽ എന്ന ഒരു ലക്ഷ്യത്തിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ ലിക്വിഡിറ്റി അധികരിക്കുമെന്നാണ് ഫെഡറൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് KA ബാബു മൈഫിൻ പ്രത്യേക ബഡ്ജറ്റ് പരിപാടിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാം. ബജറ്റിൽ ഗവൺമെന്റ് ബോറോയിങ്സ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഇക്കോണമിയിൽ ഉണ്ടാവുന്ന ഒരു റിഫ്ലക്ഷൻ, അത്രയ്ക്കും കൂടുതൽ ഫണ്ട് ലിക്വിഡിറ്റി അവൈലബിൾ ആയിരിക്കും, ബാങ്കുകൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഈ മാർക്കറ്റ് ബോറോയിങ്സും ഗവൺമെന്റ് ബോറോയിങ്സും കുറച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഡെഫിസിറ്റ് ഫണ്ടിങ്ങും ഇതുപോലെ തന്നെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഫണ്ടിന്റെ അവൈലബിലിറ്റി ബാങ്കുകൾക്കും മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും കൂടുതലായിട്ട് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് ബോറോയിങ് കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ള, മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റ് ഫണ്ട് എടുക്കുന്നത് കുറച്ച് കൊണ്ടുവരും എന്ന് പറയുന്ന കാര്യത്തിൽ നിൽക്കുന്ന അതിന്റെ ഒരു റിഫ്ലക്ഷൻ. അപ്പൊ ലിക്വിഡിറ്റി കൂടും, ബാങ്കുകൾക്ക് ഫണ്ടിന്റെ അവൈലബിലിറ്റി കൂടും, അതനുസരിച്ച് ബാങ്കിന് കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. ഫണ്ട് അവൈലബിലിറ്റി കൂടുതലാണെങ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനോ അതുപോലെ പ്രൊഡക്ഷനോ മാനുഫാക്ചറിങ്ങിനോ ട്രേഡേഴ്സിനോ ബിസിനസ്സുകാർക്കോ എല്ലാം ഈ ഫണ്ടിന്റെ റീറ്റെയിൽ ലോണുകൾക്കോ ഭവന ലോണുകൾക്കോ കാർഷിക ലോണുകൾക്കോ അല്ലെങ്കിൽ വെഹിക്കിൾ ലോണുകൾക്കൊക്കെ ഫണ്ട് കൊടുക്കാനായിട്ട് ബാങ്കുകളുടെ അടുത്ത് ഫണ്ട് ഉണ്ടാവും. ഫണ്ട് ഉണ്ടാവുമ്പോൾ നാച്ചുറലി ബാങ്കിന്റെ ഫണ്ടിന്റെ പ്രൈസിങ് താഴേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കാണുന്നത് റിസോഴ്സിന്റെ മൊബിലൈസേഷൻ എന്ന ആംഗിളിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് ബോറോയിങ്സ് കുറച്ചു കൊണ്ടുവരുന്ന ഒരു ബജറ്റ് പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ ഫണ്ടിന്റെ അവൈലബിലിറ്റി സിസ്റ്റത്തിൽ ഉണ്ടാവുമെന്നാണ് ഒരു ബാങ്കർ എന്ന രീതിയിൽ ഞാൻ അതിനെ ആദ്യമേ കാണുന്നത്. അതുപോലെ തന്നെ ബജറ്റിൽ മറ്റു ചില നിർദ്ദേശങ്ങളുള്ളത് നമ്മുടെ ഫാർമേഴ്സിന്
അതുപോലെ മറ്റ് യൂത്തിന്, ഫിൻടെക്കുകൾക്ക് ആ രീതിയിലേക്കുള്ള ഫണ്ട് എക്സ്പെൻഡിച്ചർ ബജറ്റിൽ അലോക്കേഷൻ ഉണ്ടാവും. ഇതും ഫണ്ടിന്റെ അവൈലബിലിറ്റി സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. കടമെടുപ്പ് കുറയ്ക്കലെന്ന കൃത്യമായ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നത് കൃത്യമാണ്. സോ ലോവർ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ക്യാപെക്സ് പുഷ് തുടങ്ങി ഫൈനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയ പ്രഖ്യാപനങ്ങൾ ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. സാമ്പത്തിക കമ്മിയും കടമെടുപ്പും നിയന്ത്രിക്കാൻ ആഗോള രാജ്യങ്ങൾ പാടുപെടുന്ന കാലത്തിൽ ഇന്ത്യ കൺസോളിഡേഷന്റെയും കടമെടുപ്പ് കുറയ്ക്കുന്നതിന്റെയും പാത സ്വീകരിക്കുന്നത് മാക്രോ സ്റ്റെബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കൊക്കെ ശേഷം അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. SBI സെക്യൂരിറ്റീസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതനുസരിച്ച് നിഫ്റ്റി പൊതുമേഖലാ ബാങ്കിന്റെ മേജർ ട്രെൻഡ് ബുള്ളിഷ് ആണെന്നാണ്. മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സും ഓസിലറേറ്ററുകളും ഓവറോൾ ബുള്ളിഷ് ചാർട്ട് സ്ട്രക്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ലിസ്റ്റഡ് സ്പേസിലുള്ള സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് കൂടി നമുക്കൊന്ന് വിലയിരുത്താം. ഒരു വർഷത്തിനിടെ നിഫ്റ്റി 50 23% നേട്ടം നൽകിയപ്പോൾ ബാങ്ക് നിഫ്റ്റി 13% മാത്രമാണ് നേട്ടം കൈവരിച്ചിട്ടുള്ളത്. മറുവശത്ത് ഇതേ കാലയളവിൽ നിഫ്റ്റി PSU ബാങ്ക് സൂചിക 71% ഒരു വലിയ ഉയർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നും ഓഹരികളുടെ ആ ഒരു നേട്ടം തുടരുകയാണ്. അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്കാണ് കടക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം മുന്നേറ്റം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുന്നേറ്റം നൽകിയ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കാണ്. റെക്കോർഡ് ഓൾ ടൈം ഹൈയിലാണ് ഓഹരി വ്യാപാരം മുന്നോട്ട് പോകുന്നത്. 20% ഒരു കുതിപ്പ് ഈ ഒരു സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 7.2%, പഞ്ചാബ് നാഷണൽ ബാങ്ക് 6.98%, ബാങ്ക് ഓഫ് ഇന്ത്യ 4.5% നേട്ടം നൽകിയിട്ടുണ്ട്. സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 5.5% നേട്ടം നൽകുന്നു. യൂക്കോ ബാങ്ക് 4.5%, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, JK ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ 2 മുതൽ 4.5% മുകളിൽ വരെയുള്ള ഒരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഒരു പെർഫോമൻസ് ചാർട്ട് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ചയിൽ മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 36% മുന്നേറ്റം നടത്തിയിട്ടുള്ള പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇന്നിപ്പോൾ 20% നേട്ടം രേഖപ്പെടുത്തുന്നു. ഒരാഴ്ചയിലെ നേട്ടം 36%. അതോടൊപ്പം തന്നെ യൂക്കോ ബാങ്ക് 20% നേട്ടം നൽകിയപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും സമാനമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ആഴ്ചയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇയർ ടു ടിൽ ഡേറ്റ് നോക്കിയാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അധികം മുന്നേറ്റം 47% മുന്നേറ്റം ഇയർ ടു ടിൽ ഡേറ്റിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കാഴ്ചവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 29% ഇന്ത്യൻ ബാങ്കും 27% ഇന്ത്യൻ ഓവർസീസ് ബാങ്കും നേട്ടം നൽകിയപ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 28% മുകളിലാണ് നേട്ടം നൽകിയിട്ടുള്ളത്. യൂക്കോ ബാങ്ക് 25%, ജമ്മു ആൻഡ് കശ്മീർ ബാങ്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 14% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് സൂചികകളെ ഒക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇത്തരത്തിൽ PSU ബാങ്ക് സൂചികകൾ, അതോടൊപ്പം തന്നെ PSU ബാങ്ക് ഓഹരികളും കാഴ്ചവെച്ചിരിക്കുന്നത്. PSU ബാങ്ക് സൂചികയുടെ നിലവിലെ പെർഫോമൻസ് പരിഗണിക്കുകയാണെങ്കിൽ 2.5% മുകളിലുള്ള ഒരു നേട്ടത്തോടു കൂടി 6649 എന്നുള്ള ഒരു നിലവാരത്തിലാണ്.